തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിലേക്ക് മാർച്ചും ധരണയും നടത്തി. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് തിരുവില്ലാമല CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിലേക്ക് മാർച്ചും ധരണയും നടത്തി. നിക്ഷേപകർക്ക് പൂർണ്ണമായി സുരക്ഷ ലഭിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടപ്പിലാക്കണമെന്ന് ധരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗം ഉമാശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്നും 2.43 കോടി രൂപ ബാങ്ക് ജീവനക്കാരൻ തട്ടിയെടുത്തതായി സെക്രട്ടറി പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയത്. ധരണയ്ക്ക് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. ഗോപദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി മനോജ് കുമാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ആനന്ദകുമാർ നന്ദിയും പറഞ്ഞു. DYFI CPIM പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ബാങ്കിലെ ജീവനക്കാരെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് വലിയ പരാതികൾ നിലനിൽക്കുകയാണ്. ഇവിടെ റിട്ടയർമെന്റ് കഴിഞ്ഞ ജീവനക്കാരെ ക്ലാസിഫിക്കേഷന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായി റിട്ടയർമെന്റ് ചെയ്ത ജീവനക്കാരെ വീണ്ടും നിയമിച്ചതിന്റെ ഭാഗമായിട്ടുള്ള വലിയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. അധികാരികളുടെ പൊതുജനാധിപത്യ വിശ്വാസികളുടെ ആകെ ആവശ്യപ്രകാരമാണ് ഇന്നിങ്ങനെ ഒരു മാർച്ച് നടത്തിയിരുന്നത്. സഹകരണ ബാങ്കിന്റെ ആപ്തവാക്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ പണം നൽകുന്ന ആളുകളുടെ പണമെല്ലാം എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ആപ്തവാക്യത്തെ മാറ്റി എല്ലാവരുടെയും പണം ഞങ്ങൾക്ക് വേണ്ടി എന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസുകാർ മാറ്റിയിരിക്കുകയാണ്. ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക തിരിമറിയെ കുറിച്ച് സമഗ്രാന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ നിക്ഷേപകരുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് വളരെ സമാധാനപരമായിക്കൊണ്ട് ഉള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ അനുസരിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് CPIM ഏറ്റെടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അഴിമതികളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും സാമ്പത്തിക അരാജകത്വവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ നാടിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ആശാകേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ വേണ്ടി കഴിയുന്നു. ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമെല്ലാം സൂചിപ്പിക്കപ്പെട്ടു. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്ക് എന്ന ഈ ധനകാര്യ സ്ഥാപനം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുവില്ലാമലയിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റിയ ഒരു സ്ഥാപനമാണ്. കാലങ്ങളായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത്. ആ പ്രവർത്തനത്തെ തടസ്സം ചെയ്യുന്നതിനോ ബാങ്കിന്റെ കാര്യങ്ങളിലോ ഒന്നും തന്നെ യാതൊരു ഇടപെടലും ഞങ്ങളൊന്നും നടത്താറില്ല. കാരണം തിരുവില്ലാമലക്കാരുടെ ആശാകേന്ദ്രം എന്നുള്ള നിലയിൽ അത് സുഗമമായി പ്രവർത്തിച്ച് പോകണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നാം ഒരു വലിയ വാർത്തയാണ് ഈ ബാങ്കിലെ മുഴുവൻ സഹകാരികളും ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് ഇവിടുത്തെ
നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2.5 കോടി രൂപ ഇവിടുത്തെ ഒരു ഹെഡ് ക്ലർക്ക്, സീനിയർ ക്ലർക്ക് സുനീഷ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് വളരെ ലാഘവത്തോടു കൂടി ആണ് ഭരണസമിതിക്കാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, കണ്ടാൽ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ, അവൻ 2.5 കോടി രൂപ തട്ടിക്കൊണ്ടുപോയി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവന് മാത്രമാണ്. ഞങ്ങൾ പഴയന്നൂർ പോലീസിൽ പരാതി കൊടുത്തു. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇനി നിങ്ങളുടെ നിക്ഷേപത്തിലൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്, ഒരാളും ഭയപ്പെടേണ്ടതില്ല. ഇനി ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളൊന്ന് നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ലേ? ഇപ്പൊ 132 കോടിയിൽ നിന്നും 2.5 കോടി പോയപ്പോൾ ഇനി മേടിക്കണ്ട എന്നാണ് ഭരണസമിതിക്കാർ പറയുന്നത്. മാത്രമല്ല 4-5 ദിവസമായി കുറെ കൂലിപ്പട്ടാളക്കാർ ബാങ്കിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപകർ ഞങ്ങളുടെ പണം നഷ്ടപ്പെടുമോ, ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരോട് നിങ്ങളുടെ ഡെപ്പോസിറ്റ് സുരക്ഷിതമാണ്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് പറയുന്ന വിദ്വാൻമാർ 1000 രൂപയെങ്കിലും ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാത്ത ആളുകളാണ്. ഉറപ്പ് കൊടുക്കുന്ന മാന്യന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും ഗുണ്ടകളായ കുറെ ആളുകൾ വരുന്ന ഇവിടുത്തെ സഹകാരികളോട് അപമര്യാദയായി പെരുമാറുകയും നിങ്ങൾ ഒരു രൂപ പോലും പിൻവലിച്ചു പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ പറയുന്ന മാന്യന്മാരുടെ ഡെപ്പോസിറ്റ് ഉണ്ടോ ഇവിടെ? എന്നാൽ ഈ സമരത്തിൽ വന്ന ഞങ്ങളുടെയൊക്കെ ഡെപ്പോസിറ്റ് ഇവിടെയുണ്ട്. ഈ ഡെപ്പോസിറ്റ് ഒന്നും നഷ്ടപ്പെടില്ല എന്നും തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെപ്പോ ഈ ഭരണസമിതി നിലവിൽ നിൽക്കുമ്പോൾ ആ ഉറപ്പ് തരാൻ വേണ്ടി കഴിയില്ല. ബാങ്കിലെ ഡെപ്പോസിറ്റ് എവിടെയും പോവില്ല. പക്ഷേ അത് സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ നിലവിലുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി രാജിവെച്ചു പോകണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണം, അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം ഏർപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹകാരികളെ, നിങ്ങളെ ഡെപ്പോസിറ്റുകൾ ഇവിടെ സുരക്ഷിതമാകും. അല്ലെങ്കിൽ കാര്യവും നോക്കണ്ട, ഇനിയും പലതും ഇവിടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇത് 8 വർഷക്കാലമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ സൂചിപ്പിക്കപ്പെട്ടത്. അതിന്റെ മുഴുവൻ ചുരുളുകൾ അഴിഞ്ഞു വരുന്നതേയുള്ളൂ. ഇപ്പോൾ പറയുന്നത് സുനീഷിന്റെ ബന്ധുക്കൾ, അയൽപക്കക്കാർ 17